മുഗൾ വാസ്തുവിദ്യയുടെ ശില്പഭംഗി വഴിഞ്ഞൊഴുകുന്ന ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തുന്ന ഇടങ്ങളിലൊന്നാണ്. ഹുമയൂൺ ടോംബ് കാണാനുള്ള യാത്രയിലാണ് ഞങ്ങളിന്ന്. 455 വർഷം പഴക്കമുള്ള ഈ സ്മാരകം ഇന്ത്യൻ ഉപദ്വീപിൽ പൂന്തോട്ടത്തോടെ നിർമ്മിച്ച ആദ്യ ശവകുടീര സമുച്ചയമാണ്. റെഡ് സാൻഡ്സ്റ്റോണും സിമന്റ് പ്ലാസ്റ്ററുമാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ഈ ശവകുടീരം നിർമ്മിച്ചത്. ഹുമയൂണിന്റെ കല്ലറയ്ക്ക് പുറമെ പ്രധാന കെട്ടിടത്തിലും അനുബന്ധ കെട്ടിടങ്ങളിലുമായി ഒട്ടനവധി കല്ലറകളും നമസ്കാര പള്ളികളും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടം മുഗളരുടെ കിടപ്പിടം എന്ന് അറിയപ്പെടുന്നു. താജ്മഹലിന്റെ ശില്പികളിൽ പ്രധാനിയും മുഗൾ കൊട്ടാരത്തിലെ വിശ്വസ്തനുമായിരുന്ന ഈസ ഖാന്റെ ശവകുടീരം ഇവിടത്തെ ഏറ്റവും ഭംഗിയേറിയ നിർമ്മിതികളിൽ ഒന്നാണ്. പ്രധാന കെട്ടിടമായ ഹുമയൂൺ ടോംബ് ഏറ്റവും മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഹഷ്ട് ബിഹിഷ്ട് എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 8 പറുദീസകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. മധ്യത്തിൽ വിശാലമായ ഒരു മുറിയും അതിനു ചുറ്റുമായി 8 മുറികളും അടങ്ങുന്നതാണ് ഇതിന്റെ രൂപകൽപ്പന. 12,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള ഒരു തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന് 47 മീറ്റർ ഉയരമുണ്ട്. കരിങ്കല്ലടുക്കി പണിതിട്ടുള്ള കെട്ടിടത്തിന്റെ ബാഹ്യഭാഗം മുഴുവൻ ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ലോകാത്ഭുതമായ താജ്മഹലിന്റെ രൂപകൽപ്പനയ്ക്ക് ഈ കെട്ടിടത്തിനോട് വളരെയേറെ സാദൃശ്യമുണ്ട്. ഹുമയൂണും മറ്റു പല പ്രമുഖരും അന്തിയുറങ്ങുന്ന ഈ ശവകുടീര സമുച്ചയത്തിന്റെ കൽപ്പടവുകൾ ഇറങ്ങുമ്പോൾ 16-ാം നൂറ്റാണ്ടിനു മുൻപ് നമ്മുടെ രാജ്യം എത്ര സമ്പന്നമായിരുന്നു എന്നത് അഭിമാനത്തോടെ മനസ്സിലോർത്തു.